അസ്സലാമലൈക്കും. സൈനോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല എരിവും അതുപോലെ തന്നെ ഒരു ഇളം മധുരവും ഒക്കെയുള്ള ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ചിക്കനാണ്. ഈ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ ഫ്രൈ മസാല, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി. ഇനി വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങയുടെ നീരൊഴിച്ചാലും മതി. ഇവിടെ ചെറുനാരങ്ങ കുറച്ച് ഉണങ്ങിപ്പോയത് കാരണമാണ് ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ 1 സ്പൂൺ സോയാ സോസ്. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ മസാല എല്ലാ സ്ഥലത്തും പിടിച്ച് കിട്ടും. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയമുണ്ടെങ്കിൽ അതിലും കൂടുതൽ വെക്കാം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ്. ഇനി ഈ ചിക്കനിൽ നിന്നും പകുതി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് ഓയിലോ എന്താണോ നമ്മുടെ അടുത്തുള്ളത് ഏതാണോ ഇഷ്ടം അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ്. അത് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. അത് കാരണമാണ് ഒരു മഞ്ഞ കളർ തോന്നുന്നത്. അപ്പം നിങ്ങളിതുപോലെ ചെയ്യുന്ന സമയത്ത് ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി കിട്ടും. പിന്നെ അത് നല്ലൊരു ഹെൽത്തി ഒന്നല്ലല്ലോ. ഇനി ചിക്കൻ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. 125 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 20 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ചട്ടിയിലൊക്കെ വെച്ച് ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല എളുപ്പത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ഹെൽത്തിയും കൂടിയാണല്ലോ, എണ്ണൊന്നും വേണ്ടല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് പണികളും കൂടി ചെയ്യാനുണ്ട്. അതിനായി ഒരു പാൻ വെച്ച് 2 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് 2 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 സ്പൂൺ ചില്ലി ഫ്ലേക്സാണ്. ഇത് നല്ല എരിവുള്ളത് കാരണമാണ് കേട്ടോ ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലും കൂടുതൽ എരിവ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസും 2 സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തന്നെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സമയത്ത് തന്നെ കുറച്ച് കരിവേപ്പില കട്ട് ചെയ്തതും മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ചട്ടിയിലൊക്കെ ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ ഉണ്ടല്ലോ. ഇനി ഇതിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സോസുകളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടായിരിക്കും ഇപ്പോൾ നല്ല കളറിൽ തന്നെ നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇവിടെയും എല്ലാവർക്കും സുഖമാണ്. സോസിലൊക്കെ കിടന്ന് ചിക്കൻ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം സോസൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് ഡ്രൈ ആവണ്ട, ഇതുപോലെയാണ് ആയി കിട്ടേണ്ടത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇന്ന് നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയുമാണ്. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ.
ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് എള്ളും കൂടി വിതറി ഇടുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഈ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നല്ല മധുരവും അതേപോലെ തന്നെ നല്ല എരിവാണ് കേട്ടോ കൂടുതലായി നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയല്ല, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എപ്പോഴും ചിക്കൻ വാങ്ങുന്നതാണല്ലോ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ ഒരു സർവിങ് ഡിഷിലേക്ക് വിളമ്പാം. ഇനി അതിൻ്റെ മുകളിലായി ഒരു ഭംഗിക്ക് കുറച്ച് വൈറ്റ് എള്ളും കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ നാളെ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.